ആ 10ാമത്തെ ചെറുക്കനെ കൊന്നിട്ട് എന്താ ഉണ്ടായത്? ഓർക്ക് പരീക്ഷ എഴുതാൻ വരെ പോലീസ് കാവല. അതൊക്കെ കണ്ടി കുട്ടികൾ വലുതാണതേ. കാലങ്ങളെല്ലാം കുടിയേക്ക് പോയിക്കോളി. ശ്വാസം കളിച്ചിട്ടോ അതൊക്കെ പൗള് വെച്ചാല് ഇതെങ്ങോട്ടാ അടിച്ചത്? എടാ അങ്ങോട്ട് നിക്കടാ. ക്ലാസ് എടാ ചങ്ങായിട്ട് തുമ്മിനെ മറന്നതിൽ കുട്ടികള് ഏൽപ്പിച്ചതിന് ഏൽപ്പിച്ചല്ലോ കുട്ടികൾ തല്ലൂടിനോട്ട് അങ്ങനെ ഫോൺ കളിച്ചിട്ടേക്കാം. ഇതാണ് എന്താണ് എന്താണ് ഒന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പണ്ടത്തെ കാലം നല്ലത്. ഇത്ര ബൽപ്പുണ്ടല്ലോ ജി ഈ പടങ്ങളിൽ കരുതിയമാതിരി കുട്ടികൾ തോണിയ നാട്ടിലൊക്കെ പറയാൻ നമുക്ക് നോക്കാനൊന്നും പറ്റൂല. ഇവിടെ സ്കൂൾ കുട്ടികളൊക്കെ തല്ലുകൊണ്ടിരിക്കുമ്പോ പണ്ടത്തെ മാതിരി ഇന്റെ കുട്ടികളെ പറഞ്ഞേക്കാൻ തന്നെ വെച്ച് പേടിയാ. ഈ കോലം തല്ലൂലല്ലേ. ഇപ്പൊ നാളെ ഞാൻ നോക്കുമ്പോ ഒരു പെൺകുട്ടിയുടെ സൈക്കിള് കൂട്ടിയിട്ട് എടുത്തോണ്ട് പോകണം. ആർക്കൊന്നും പറയാനില്ല. എന്താ സ്കൂൾ ബസ്സുമ്പോ നമ്പർ എഴുതിക്കാണ്, ഹെൽപ്പ് നമ്പർ പറഞ്ഞാണ്ട്. സ്കൂളത്തെ ചെമ്പട്ടിമ വരെ ഹെൽപ്പിംഗ് നമ്പറാ. വിളിച്ചാനേ ബാപ്പാർക്കെതിരെ കേസ് കൊടുക്കുക, അമ്മമാർക്കെതിരെ കേസ് കൊടുക്കുക, ടീച്ചർമാർക്കെതിരെ കേസ് കൊടുക്കുന്ന കാലാത്. എന്നിട്ട് പിന്നെ നിങ്ങൾ പറയാം കുട്ടികൾ തല്ലൂടിനെ പിടിച്ച് വെച്ചാൽ പോലെ അപ്പുറത്ത് പോയിക്കാണ് പേരി പോയിക്കാണ് ഫോണെടുത്ത് വിളിച്ചു പറയും. ഹെൽപ്പ് നമ്പർ എടുത്താണ് ഇന്നാള് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി അറിയും. ഇപ്പൊ നന്നാവും ചെയ്യും. എന്താ കാലം നിങ്ങൾക്കറിയാം. ഞാൻ ഇവിടെ ഫോണമ്മ കളിച്ചാന്നല്ലാതെ എന്നിട്ട് പിന്നെ ഞാൻ അതിന് കോടതിയും പിന്നെ സ്റ്റേഷനും ഇറങ്ങി കയറണം. നടക്കണ കേസാപ്പത് സഹിച്ചാൻ കഴിയണില്ലേ? അപ്പൊ ഞാൻ ഒച്ചപ്പാടിട്ടിട്ട് പറഞ്ഞാണ് സഹിച്ചൂല. ഞങ്ങള് ഭൂമിയിൽ വേണേ വർത്തമാനകാലത്ത് എന്താ നടക്കണെന്ന് അറിയണേ. അത് അറിയാത്തോണ്ട് നമ്മക്കറിയില്ലേ? നമ്മള് നാടകാക്കല്ലേ? ഞങ്ങളെ നാടകാക്കാൻ ശരിയാവും. ഇപ്പൊ നിങ്ങൾ തടിച്ചു നിർത്തിയാണ്ട് ഒരു ചെറുക്കാനും വിളിച്ചാൽ നോക്കട്ടെ നിങ്ങളെ. അപ്പൊ നിങ്ങള് ദമ്മെടുക്കലൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ദമ്മെടുത്ത് കുടിച്ച ചൂട് കഴിച്ചാല് ഇതൊന്നും ഉണ്ടാവില്ല. അതൊക്കെ നിങ്ങൾ സ്റ്റേഷനിൽ കയറേണ്ടെന്ന് നോക്കണം. പത്തായിട്ടൊന്ന് കയറി ഇറങ്ങുമ്പോ മനസ്സിലാവും കുടിച്ചേക്കണമാണ്. തല്ലുടിക്കോട്ടെ. സ്കൂളിൽ ഇപ്പൊ തല്ലു ചെറിയ മൂന്ന് ഇടയ്ക്ക് അടിച്ചതൊക്കെ നിങ്ങൾ കാണില്ലേ? ആരോടെ കുടിച്ചേക്കണ ആരെങ്കിലും കണ്ടിക്കണോ? അങ്ങനെ വീഡിയോ എടുത്ത് നടക്കും. കുടിച്ചേക്കണ ആരെങ്കിലും കണ്ടിക്കണോ? കടിച്ചും ആ 10ാമത്തെ ചെറുക്കനെ കൊന്നിട്ട് എന്താ ഉണ്ടായത്? ഓർക്ക് പരീക്ഷ എഴുതാൻ വരെ പോലീസ് കാവല. അതൊക്കെ കണ്ട് ഈ കുട്ടികൾ വലുതാണതേ. പിന്നെ ഈ കുട്ടികളെന്താ വിചാരിച്ച അതല്ല ഈ കുട്ടികൾ കാണണേ. എന്നിട്ട് അതൊക്കെ മീഡിയാസ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അവിടെ പോലീസ് കാവല് നിൽക്കുന്നു, ഇവിടെ അങ്ങനെ ചെയ്യണ പറഞ്ഞാണ്ട് ഇതൊക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. അപ്പൊ ഈ കുട്ടികളെന്താ എഴുതുക? എന്താ രണ്ടാളെ കൊന്നാലും പോലീസ് കാവലിൽ എക്സാം എഴുതി കൂടെ? പോലീസ് കാവലിൽ ക്ലാസ്സിന്റെ കൂടെ? അല്ലെങ്കിൽ ഇതിനൊക്കെ നിയമം വേണം. നിന്റെ മേത്തക്കിട്ട് കാര്യങ്ങൾ എന്താ കരുതിക്കണേ? ഇത് വലിയൊരു മനസ്സാണ്. അല്ല ഞാൻ ഇഷ്ടങ്ങളൊക്കെ പറഞ്ഞു നോക്കിയോണ്ടായിരുന്നു. ചിന്റെ കുട്ടികള് എങ്ങനെ ഇപ്പൊ സ്കൂൾക്ക് പറഞ്ഞേക്കാൻ വേണ്ടി പേടിച്ചു കാണാൻ നടക്കുന്നത്? ആരൊക്കെ വായിക്കണം എന്തൊക്കെ ഇവരൊന്നും നമുക്കറിയില്ല. നമ്മൾ പറഞ്ഞിട്ട് വലുപ്പം എല്ലാം അടക്കുണ്ടോ? ഇതന്നെ കുട്ടികളെ അടങ്ങിക്കടാ അടങ്ങിക്കടാ. കൊണ്ടാ കയ്യിലെ ക്ലാസ് എടുക്കൊന്നും മടങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? ഇതിമൊക്കൊന്നും മെയിൻ ചെയ്തൊരു കാര്യമില്ല. കാലം എങ്ങനെയാണ്? കാലം മാറി. നിങ്ങളെ 10ാം നൂറ്റാണ്ടും 16ാം നേത്ത് കൊണ്ടാലേ കുട്ടികളെ വീട്ടിൽ കൊണ്ടാലേ അത് കാര്യം കൊണ്ടാ മതി. മരിച്ചു കുട്ടികളെ പരങ്ങൾ കളിച്ചാ ഞാൻ അതാ നോക്കാത്തത്. പിന്നെ അങ്ങനെ പോകണ്ടെങ്കിൽ അതിന്റെ മേലെ കൂടി കാലെടുത്ത് വെക്കാന്നല്ലാതെ തിരിഞ്ഞു നോക്കരുത്. കുട്ടികൾക്ക് ഇത് ഇവിടുന്ന് ഇത്ര ധൈര്യം കിട്ടുന്നതാണ് ആലോചിച്ച് നോക്കുന്നത്. പണ്ടത്തെ കാലം കാക്ക വല്ല കുടിക്ക് പോയിക്കോളി, എല്ലാം പോയിക്കോളി, ഇതിനും പോയിക്കോളി. നിങ്ങൾ പഴയ കാലത്തെ മാതിരി മാസമാർക്ക് വടി കൊടുക്കണം. പഴയ കാലത്തുമാര് വടി കൊടുക്കൊന്നും ഇല്ല. ഇപ്പൊ ഇനി വടിയൊന്നും പറ്റൂല, തല്ലാൻ പറ്റില്ല, കുടിച്ചാൻ പറ്റില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോളി. നിങ്ങളെ കുട്ടീനെ കാണാൻ പറ്റില്ല. നിങ്ങളെ കുട്ടീനെ തല്ലുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടി. ആ ചെറുക്കം വിളിച്ച് പോലീസുകാരെ വിളിച്ചാണ് കേസ് കൊടുക്കുന്നത്. ആ കാലങ്ങളെല്ലാം കുടിക്ക് പോയിക്കോളി. കുടിക്ക് പോയിക്കോളി. ഇച്ച് മനസ്സിലാവില്ല ഞങ്ങൾക്ക് ഏത് കാലത്താണ് വരുന്നത്. ഇച്ച് മനസ്സിലാവില്ല. പോയിക്കോളി കണ്ണ് കൊത്തിക്കാൻ നടക്കണ്ടേ? അല്ലാതെ ഈ കാലത്തൊന്നും ജീവിക്കാൻ പറ്റുമോ? പോയിക്കോളി.
കുട്ടികളൊക്കെ പിടിച്ചേക്കാനോ അതിനൊക്കെ നിയമം ഉണ്ടെങ്കിൽ തിരക്കുള്ളത് നമ്മൾ പിടിച്ചാൽ നമുക്കെതിരെ കേസേക്കാരം വെറുതെ കാക്കാക്ക് സുഖല്ലേ